ഗർഭിണികൾ കഴിക്കുന്ന ഭക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് തന്നെയാണ് അമ്മയ്ക്കും കുഞ്ഞിനും ആരോഗ്യവും ഊർജവും കരുത്തും നൽകുന്നത്. ഗർഭകാലത്ത് ഭക്ഷണക്രമം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത് പലപ്പോഴും അമ്മയുടെ ശരീരത്തിന് ആവശ്യമായ പോഷണം മാത്രമല്ല, കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും സഹായിക്കുന്നു. എന്നാൽ ഗർഭകാലം പലപ്പോഴും നിങ്ങളിൽ എരിവ്, പുളിയെല്ലാം കൂടുതൽ കഴിക്കുന്നതിന് ആഗ്രഹം തോന്നിപ്പിക്കും. എന്നാൽ അത് അത്ര നല്ലതല്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം എരിവുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് അല്പം മോശം ഫലം തന്നെയാണ് നിങ്ങൾക്ക് നൽകുന്നത്. എന്തുകൊണ്ടാണ് ഗർഭകാലത്ത് എരിവുള്ള ഭക്ഷണം കഴിക്കരുത് എന്ന് പറയുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഗർഭകാലത്ത് എരിവുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും വെല്ലുവിളി ഉണ്ടാക്കുന്നില്ല. എന്നാൽ ഇത് ഗർഭിണികളിൽ അസിഡിറ്റി, നെഞ്ചെരിച്ചിൽ, മലവിസർജന പ്രശ്നങ്ങൾ എന്നീ അവസ്ഥയിലേക്കെല്ലാം എത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. സാധാരണ ഗർഭിണികളിൽ പലപ്പോഴും നെഞ്ചരിച്ചിൽ പോലുള്ള അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള മാർഗങ്ങളാണ് അന്വേഷിക്കാറ്. എരിവുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നിങ്ങളിൽ ഇത്തരം അവസ്ഥകൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എരിവുള്ള ഭക്ഷണങ്ങൾ പരിമിതപ്പെടുത്തുന്നതിന് ശ്രദ്ധിക്കണം. നിങ്ങളുടെ ആദ്യ ട്രൈമസ്റ്ററിൽ എരിവുള്ള ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് സാധാരണ കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് ഉണ്ടാവുന്നത്. ആമാശയത്തിലെ ആസിഡുകൾ അന്നനാളത്തിലേക്ക് മടങ്ങുന്നതിനാൽ നെഞ്ചരിച്ചിൽ പോലുള്ള അവസ്ഥകൾ ഉണ്ടാവുന്നു. അതുകൊണ്ട് തന്നെ ആസിഡ് റിഫ്ലക്സ് ഉണ്ടാവുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് പലപ്പോഴും എരിവുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് മൂലം സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ എരിവ് കുറവുള്ള ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ട്രൈമസ്റ്ററിൽ എരിവുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതിന്റെ ഫലമായി നെഞ്ചിരിച്ചിലും മറ്റും ഉണ്ടാവുന്നതിനുള്ള സാധ്യത വളരെയധികം വർദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം അവസ്ഥയുള്ളവരിൽ ഒരു കാരണവശാലും എരിവുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ആസിഡ് റിഫ്ലക്സ് ചരിത്രം ഉള്ളവരാണെങ്കിൽ. മസാലകൾ അടങ്ങിയ ഭക്ഷണം കഴിച്ചാൽ ഗർഭിണികൾക്ക് കൂടുതൽ വേദനയും വീക്കവും അനുഭവപ്പെടാം. ഇത് നിങ്ങളുടെ ആരോഗ്യത്തെ നശിപ്പിക്കുകയും ക്ഷീണവും തളർച്ചയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി ഗർഭകാലത്ത് എരിവുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെ നിങ്ങൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമെന്ന് നോക്കാം. പലപ്പോഴും നിങ്ങൾക്ക് അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. മോർണിംഗ് സിക്നെസ് എന്ന അവസ്ഥ വർദ്ധിപ്പിക്കുന്നതിന് പലപ്പോഴും ഇത്തരം ഭക്ഷണങ്ങൾ ഒരു കാരണമായേക്കാം. ഇതുകൂടാതെ നെഞ്ചിരിച്ചിൽ വർദ്ധിപ്പിച്ചേക്കാം. അതോടൊപ്പം തന്നെ ഇത് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കുകയും ചെയ്യും. ഗർഭിണികളിൽ അൾസറിനുള്ള സാധ്യത കൂടുതലാണ്. മിക്ക സമയങ്ങളിലും എരിവുള്ള ഭക്ഷണത്തിന്റെ ഫലമായാണ് ഗർഭിണികളിൽ അൾസർ ഉണ്ടാവുന്നത്. ഗർഭിണിയുടെ ഭക്ഷണത്തിൽ തൈര് പോലുള്ളവ ചേർത്ത് കഴിക്കുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെയൊക്കെ ഒരു വിധത്തിൽ തടയാൻ സഹായിക്കും. ഇതൊക്കെയാണെങ്കിലും എരിവുള്ള ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് ഗർഭിണികളിൽ ഗുണങ്ങളും ധാരാളം ഉണ്ടാവുന്നുണ്ട്. ഇത് ഗർഭിണികളിൽ പ്രസവം വേഗത്തിലും എളുപ്പവുമാക്കി തീർക്കുന്നു. അതുപോലെ ക്യാൻസർ പോലുള്ള ഗുരുതര രോഗങ്ങളുടെ വളർച്ചയെ തുടക്കത്തിലെ തടയാൻ എരിവുള്ള ഭക്ഷണങ്ങൾ സഹായിക്കുന്നു. ഒരു തരത്തിലും എരിവുള്ള ഭക്ഷണത്തിന്റെ ഉപയോഗം കുഞ്ഞിനെ ബാധിക്കില്ല. ഇത് പലപ്പോഴും കുഞ്ഞിനെ കൂടുതൽ സ്ട്രോങ് ആക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ എരിവുള്ള ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ധാരാളം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. ഇത് നിർജ്ജലീകരണം ഉണ്ടാകുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും വയറിന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിനും സഹായിക്കും. ചിപ്സ്, ന്യൂഡിൽസ് തുടങ്ങിയ എരിവ് കൂടുതലുള്ള ലഘുഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കുക. ഇവയിൽ പലപ്പോഴും കൃത്രിമ രുചികളും പ്രിസർവേറ്റീവുകളും അടങ്ങിയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.